നിങ്ങളൊരു സാധനം കാണിച്ചത് ഇവിടെ ഇത് പൂച്ചക്കുട്ടി ഇതേ ഒന്ന് തല കാണിച്ചിട്ട് പോവാ മറ്റേ ഇൻട്രോവേർട്ട് പയ്യൻ. എടാ അത് പ്രിന്റ് ആയേ ഗൈസ്. ഞാനൊരു പ്രിന്റ് ഇട്ടേക്കുക. അത് ഇപ്പൊ എന്റെ ചിലപ്പോ ഇവിടുത്തെ കറണ്ട് ഇപ്പൊ ട്രിപ്പായി പോകും. ഇതാണ് അതിന്റെ സോഫ്റ്റ്വെയർ. നമുക്ക് ലൈറ്റിൽ ക്യാമറയിലൊക്കെ കാണാൻ പറ്റും കേട്ടോ, മനസ്സിലായേ? ഞാൻ ഒരു പ്രിന്റ് ഇട്ടേക്കുക. ഇത് കണ്ട ടൈം ട്രിപ്പായി അതൊന്ന് ഓണാക്കിയടാ. ടൈം നോക്കിയ ഗൈസ് 11 മണിക്കൂർ 57 മിനിറ്റും ഈ പ്രിന്റ് തീരാൻ. സത്യം പറയാൻ ഒരു വലിയ പിക്കാച്ചുവിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, വലിയ പിക്കാച്ചുവിനെ. അതിന്റെ ഒരു പാർട്ട് അയ്യോ അതിലൊരു സാധനം അതിലൊരു ഞാൻ എന്താ ഫോറിൻ ഒബ്ജക്റ്റ് ഡിറ്റക്റ്റഡ് ഓൺ ഹീറ്റ് ബെഡ്. അതെന്താ? ഒരു മിനിറ്റ് ഗൈസ്. ഫോറിൻ ഒബ്ജക്റ്റാ? അതെന്ത് ഹീറ്റ് ബെഡില് തമാശകളാണ് വിചാരിച്ചത്. ഇഗ്നോർ ആൻഡ് റെസ്യൂം. ഓൾ ഗുഡ്. സെറ്റായി. ഗൈസ് ഞാൻ വേറൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇത് ഞാൻ ഇതിനകത്ത് പ്രിന്റ് ചെയ്തതാ. സിംഗിൾ പ്രിന്റ്, ഒറ്റ പീസ്. കണ്ണാടി വരണ്ട. ഇത് കേട്ടോ, ലെറ്റ്സ് ഗോ. കേട്ടാ എങ്ങനെയുണ്ട്? കിടുതല്ലേ? ഇതൊരു 12 മണിക്കൂറത്തെ പ്രിന്റാ. ഏകദേശം ഒരു 12 മണിക്കൂർ എടുത്ത പ്രിന്റാ. കൂടുതൽ ഇനി മാസ്ക് വെച്ച് ഇറങ്ങണം. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പ്രിന്റ് എടുത്തതാ. ഞാൻ ഇങ്ങനെ കുറെ സാധനങ്ങൾ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇത് മെഷീൻ നമുക്ക് എവിടെ നിന്ന് വേണേലും ഗൈസ്, എവിടെ നിന്ന് വേണേലും നമുക്ക് ഇത് കാണാവുന്നതുകൊണ്ട് ഞാൻ എല്ലാം ഇങ്ങനെ പ്രിന്റ് ഇട്ടിട്ട് അങ്ങ് പോകും. മനസ്സിലായോ? എടാ നീ ഈ ഹോബി ഗ്രേഡ് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഗൈസ് നിങ്ങളൊക്കെ ഇത് മേടിക്കണം. ഇതൊരു പ്രത്യേക സാറ്റിസ്ഫാക്ഷനാ. നിങ്ങൾ കണ്ടിട്ടില്ലേ, കടയിൽ ചിലപ്പം 60 രൂപയ്ക്കും 100 രൂപയ്ക്കും ബിരിയാണി കിട്ടും. പക്ഷെ നമ്മൾ പോയി വണ്ടി എടുത്ത് പോയി ഹോട്ടലിൽ പോയി അല്ല അങ്ങനെയല്ല, നമ്മൾ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കുക്ക് ചെയ്ത് സമയം കളഞ്ഞ് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു സുഖം കിട്ടത്തില്ലേ? ആ സുഖം നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും. ഇതൊക്കെ കടയിൽ മേടിക്കാൻ കിട്ടും, പക്ഷെ ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനാ ഗൈസ്. ഇത് ഞാൻ പറയാം നിങ്ങളുടെ അടുത്ത്, ഇതിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ളവർക്ക്, ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ അടുത്ത കാര്യം പറയാം. ബാംബു ലാബ്സിന്റെ മെഷീൻസ് എല്ലാം നിങ്ങൾക്ക് ഒരു 40,000 രൂപയൊക്കെ കൊടുത്ത് കിട്ടും. എൻ്റെ ഇരിക്കുന്ന മെഷീൻ 1.7 ലാക്കാ. ഇതിനകത്തൊക്കെ ക്വാളിറ്റി നിങ്ങൾ എടുക്കുന്ന ഈ ഫിലമെന്റിനനുസരിച്ചിരിക്കും. സത്യം പറഞ്ഞാൽ 40,000 മെഷീൻ മേടിച്ചാലും മറ്റേത് മേടിച്ചാലും ഏകദേശം ഒക്കെ സെയിമാ. പക്ഷെ ടൈമാണ് വ്യത്യാസം, മനസ്സിലായോ? കറണ്ട് ബില്ലൊന്നും ഇല്ല ഗൈസ്, കറണ്ട് ബില്ലൊന്നും ഇല്ല. എനിക്ക് ഈ മാസം കറണ്ട് ബില്ല് വന്നത് എല്ലാം കൂടി 1200 രൂപ എന്തോ ആണ് കറണ്ട് ബില്ല് വന്നത്. പക്ഷേ ഈ സ്ട്രീമിങ് ചെയ്തതിൻ്റെ ഒക്കെ അടുത്ത മാസം വരത്തുള്ളൂ. അത് എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് 10 മണിക്കൂർ ഓടുന്നതിന് 8 രൂപ എന്തോ ഉള്ളൂ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. നോക്കണം. കറണ്ട് പോയാൽ എൻ്റെ വീട്ടിൽ കറണ്ട് പോകത്തില്ല ബ്രോ, ഞാൻ ഇൻവെർട്ടർ ചെയ്തേക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് കറണ്ട് പോകത്തില്ല. അതാണ് 480 ബാഹുബലിയോ അത്ര ഉള്ള. കറണ്ട് ബില്ല് ഭയങ്കര കുറവാണ് ബ്രോ, കറണ്ട് ബില്ല് ഭയങ്കര കുറവാണ്. കറണ്ട് ബില്ല് വരട്ടെ, വരുമ്പോൾ. പക്ഷേ ഇവിടെ 1590 ആണല്ലോ ഇവിടെ നിന്ന് കറങ്ങുന്നേ, അതിന്റെ കറണ്ട് ബില്ല് എന്തായാലും വരും. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ സോളാറും ഇല്ല, അതാ പ്രശ്നം. ഇവിടെ സോളാറും ഇല്ല. ഒരു കഥ തുറന്നൊരു കടവാവല് കയറി വരുന്നു. ഞാൻ ഒരാളെ കാണിച്ചു തരാവേ. വരുന്നുണ്ട്. കടാ 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 കണ്ട, ഇപ്പൊ ഇതാ പരിപാടി. കണ്ട വന്നിരിക്കുന്നതാ തെന്നി വീണാ. കണ്ട ഇപ്പൊ ഇത്രയായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ സമയം എന്ത് പെട്ടെന്നാ പോണേന്ന്. കണ്ട ഇവൻ ഇപ്പൊ മുട്ടയിൽ എഴിഞ്ഞു തുടങ്ങി. തുടയിലൊക്കെ പിടിക്കുന്നത് എണ്ണീറ്റ്. കണ്ട എണ്ണീറ്റിരിക്കുന്നുണ്ട്. ധർമ്മൻ എനിക്ക് ലൈവ് ഇടണം. ഡിസ്റ്റർബ് ചെയ്യല്ലേ ധർമ്മൻ. എന്ത് പെട്ടതല്ലേ വന്നതവൻ.
അയ്യോ ആ ചേച്ചി അതെല്ലാം കടിച്ചല്ലേ എടാ അവനെ എടുത്തോളാം ഞാൻ ലൈവ് തുടങ്ങട്ടെ ധർമ്മൻ ധർമ്മൻ വരുന്നില്ല ഏട്ടാ ധർമ്മൻ ആ മൈക്കിലൊന്നും പിടിക്കല്ലേ എല്ലാവർക്കും വെൽക്കം സ്ട്രീം ഇന്നത്തെ 3D പ്രിന്റിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞു നമ്മളിപ്പോ എല്ലാ ദിവസവും തുടങ്ങുമ്പോൾ 3D പ്രിന്ററിലാണ് തുടങ്ങുന്നത് അല്ലേ ഞാൻ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാമേ ഇതിന്റെ പ്രിന്റിംഗ് പ്രോഗ്രസ് എവിടെ വരെ ആയത് ആ അതിന് ഒരു സാധനം കാണിച്ചിട്ടെ ഒരു സാധനം കാണിച്ചിട്ടുണ്ടേ ഞാൻ കഴിഞ്ഞ ദിവസം പ്രിന്റ് എടുത്ത സാധനം ഇല്ലേ അത് ഇതുണ്ട് ഇത് ഞാൻ ഇന്നലെ പ്രിന്റ് എടുത്ത ബോക്സ് ആണ് അതുകൂടെ കാണിച്ചു തരാം അതെന്ത് ഇതെല്ലാം എനിക്ക് നിങ്ങളെ കാണിച്ചു തരണം അതുകൊണ്ട് ഇത് കണ്ട ഇതെന്റെ സ്റ്റോറേജ് ബോക്സാ ഇത് കണ്ട ഇത് സിംഗിൾ പ്രിന്റാ ഇത് കണ്ട ഇത് ഞാൻ തുറക്കുന്നു തുറന്ന് അതിന്റെ സാധനങ്ങളൊക്കെ അതിന്റെ ടൂൾസ് വെക്കുന്നു ഇത് കണ്ട ഇതിന്റെ പ്രിന്റ് വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ അയ്യോ ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്താലേ കാണാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ അതൊക്കെ എന്തൊരു പരിപാടി പ്ലേ ആ അതെ കണ്ട ഇങ്ങനെയാണത് പ്രിന്റ് ചെയ്യണം കണ്ടാ ടൈം ലാബ്സ് 6 മണിക്കൂർ എടുത്ത പ്രിന്റാ കണ്ടാ ഇത്രേ ഉള്ളൂ കണ്ടേ ഇതാ മറ്റേ സാമാനത്തെ കണ്ടാ നിങ്ങൾ ഇന്നലെ കാണിച്ചില്ലേ ഇതാ ഇവനെ കാണിച്ചില്ലേ ഇവനെ പ്രിന്റ് ചെയ്തത് ഞാൻ കാണിച്ചു തരാം ഇവനെ പ്രിന്റ് ചെയ്തത് പ്ലേ ഇതാ കണ്ടോ ഇവനെ പ്രിന്റ് ചെയ്ത് നോക്കിക്കോണേ ഇത് ഇങ്ങനെ വരുന്നുണ്ടോ ഇങ്ങനെ കുറെ മരച്ചില്ല പോലത്തെ കുറെ സപ്പോർട്ടൊക്കെ ഉണ്ടാവും അതെല്ലാം നമ്മൾ പ്ലെയർ വെച്ച് പ്ലഗ് ചെയ്ത് ക്യാപ്ഷൻ ബ്രോ താങ്ക് യു സോ മച്ച് ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ് കണ്ടേ ഇങ്ങനെയാണ് അത് പ്രിന്റ് ചെയ്ത് വരുന്നത് അതൊരു പ്രത്യേക സാറ്റിസ്ഫാക്ഷനാണ് ഇതിങ്ങനെ ഒടിച്ചെടുത്ത് ഉണ്ടാക്കി വരിക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകത RP സ്ട്രീമർ പ്രിന്റ് സ്ട്രീമർ എന്ന് ഇതൊക്കെ പഠിച്ചിരിക്കട്ടെ നിങ്ങളൊക്കെ ഇതൊക്കെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ ഒന്നും വേണ്ട ഇതാ ഇത് കണ്ട കീ ചെയിൻസ് എടാ ഇതൊക്കെ ഒരു കുളത്തിനകത്ത് കയറ്റിയിട്ട് വിറ്റെങ്കിലും ജീവിക്കാം കുറച്ചാൾ കഴിയുമ്പോൾ മനസ്സിലായി ഡെമോഗോർഗനൊക്കെ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് കണ്ട ഡെമോഗോർഗനൊക്കെ ഇതെന്തോ പ്രിന്റ് ചെയ്ത് ഇതായി പോയതാ ഇങ്ങനെ ഫെയിലൊക്കെ ആവും പിന്നെ ഇതൊക്കെ ഇതിന്റെ ഭാഗങ്ങളാ ഇങ്ങനെ കുറെ ഉണ്ട് എൻ്റെ കയ്യിൽ ഇതേ വാസ്തുവിനെ പ്രിന്റ് ചെയ്തപ്പോൾ റൊണാൾഡോ ആയി പോയില്ലേ അത് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ ഇത് പ്രിന്റ് ചെയ്ത വരെ ഇത് പരുന്തുവാസമായിരുന്നു അത് കഴിഞ്ഞാണ് അത് റൊണാൾഡോ ആയി പോയത് ഞാൻ അബദ്ധത്തിൽ ഒരു പിരികം വരച്ചു പോയി ഞാൻ ഒരു പിരികം വരച്ചു ഞാൻ അതിന് ഇത് ഉണ്ട് പ്രിന്റ് ചെയ്ത് വന്നപ്പോൾ അത് പരുന്തുവാസം ആയിരുന്നു അത് ആദ്യമേ ഞാൻ എൻ്റെ കൈവിരുദ്ധ കൊണ്ട് ഒരു പിരികം അറിയാതെ വരച്ചു പോയി അപ്പോഴത്തേക്കും അത് റൊണാൾഡോ ആയിപ്പോയി പരുന്തുവാസവും റൊണാൾഡോയും തമ്മിൽ ഒരു പിരികത്തിന്റെ വ്യത്യാസമുള്ളതെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടാ എന്ത് പെർഫെക്ഷനിലാണ് പ്രിന്റായി വരുന്നത് നോക്ക് അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ 3D ക്ലാസ് കഴിഞ്ഞു ഇനി നമ്മൾ സിറ്റിയിലോട്ട് കയറാൻ പോവാണ് 3D ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഡെയിലി ഇതിലൊക്കെ ക്ലാസ് എടുക്കാൻ ഞാൻ